നമസ്കാരം. ഞാൻ ഹരീഷ്, പാലയാട്ട് മുണ്ടക്കലില്ലം, കോഴിക്കോട്. ശ്രീദേവി മാഹാത്മ്യം 3-ാം ദിവസം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സംസാരസിന്ധോസ്തരണൈകഹേതൂൻ ദധേ ഗുരുന്മൂർധ്നി ശിവസ്വരൂപാൻ രജാംസി യേഷാം പദപങ്കജാനാം തീർത്ഥാഭിഷേകശ്രിയമാവഹന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതനീ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. മാതർമേ മതുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി. നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദുർഗേ നമസ്തേംബികേ. ദുർഗേ നമസ്തേംബികേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശേ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രീദേവി മാഹാത്മ്യ പാരായണത്തിലെ അത്യധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന 2 ഭാഗങ്ങളാണ് കേട്ടത്. അതിലൊന്നാമത്തേത് ശ്രീദേവി കവചം, രണ്ടാമത്തേത് ശ്രീ അർഗളാസ്തോത്രം. ഈ 2 വിഷയങ്ങളും ശ്രീദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് പാരായണം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്രീദേവി കവചം നമ്മൾ ആ ശ്ലോകങ്ങളിൽ കണ്ടതുപോലെ ഒരു കവചമായിട്ട്, ഒരു രക്ഷാകവചമായിട്ട് ഭക്തനെ, ഉപാസകനെ, ആ ദേവിയെ ആശ്രയിക്കുന്നവനെ കവചമായിട്ട് സംരക്ഷിക്കുന്ന ഒരു ഉപാധിയാണ്. ആ ദേവിയെ വേണ്ട വിധത്തിൽ താണ് കേണു വണങ്ങി ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് എപ്പോഴും ദേവി തുണയായിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കവചം നിർമ്മിച്ചിട്ടുള്ളത്. ആ കവചത്തിൻ്റെ ഒരു സ്വരൂപവും അതുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള ആ കവചം ചൊല്ലി തൻ്റെ ഉപാസനയ്ക്ക്, തൻ്റെ ദേവതാശ്രയത്തിന്, തൻ്റെ ശരണാഗതിക്ക് വിഘ്നങ്ങളാകുന്ന, തടസ്സങ്ങളാകുന്നത് എല്ലാത്തിനെയും, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒരു കവചം, ഒരു സംരക്ഷണം തീർത്തുകൊണ്ട് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു സംരക്ഷണം തീർക്കുന്ന ഒരു
ഉപാധിയാണ് കവചം എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അർഗളാസ്തോത്രം എന്താണെന്ന് കണ്ടു. നമ്മുടെ ഉപാസകന്റെ, ആ ദേവിയെ ആശ്രയിക്കുന്നവന്റെ, ആ ദേവിയെ ശരണം പ്രാപിക്കുന്നവന്റെ ആഗ്രഹം എന്താണോ അതിനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനെല്ലാം നേടിത്തരണമെന്ന് ദേവിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്തോത്രം, അതാണ് അർഗളാസ്തുതി, അർഗളാസ്തോത്രം എന്ന് നമ്മൾ കണ്ടു. സംസാരമാകുന്ന ഈ സാഗരത്തിൽ നിന്ന് മറുകര കയറ്റാനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ ഉപാധിയായിട്ടുള്ളത് അതിനെ നൽകിത്തരാനായിട്ടുള്ള പ്രാർത്ഥന നമ്മളവിടെ കണ്ടു. അടുത്തതായിട്ടുള്ളത് ദേവി കീലകം എന്നുള്ള കീലകമാണ്. ഈ കവചം, അർഗളാസ്തുതി, കീലകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ശ്രീദേവി മാഹാത്മ്യ പാരായണം, സപ്തശതി പാരായണം ചെയ്യുന്നത്. അതിൽ അടുത്തതായിട്ടുള്ളതാണ് ശ്രീദേവി കീലകം. നോക്കൂ. ഋഷിരുവാച വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദീ ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തിനിമിത്തായ നമഃ സോമാർദ്ധധാരിണേ. എന്താണ്? ഋഷിരുവാച, ഋഷി ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഋഷി ഉവാച, ഋഷി പറഞ്ഞു. എന്താണ് ഋഷി പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? നോക്കൂ. വിശുദ്ധജ്ഞാനദേഹായ ത്രിവേദീ ദിവ്യചക്ഷുഷേ ശ്രേയഃ പ്രാപ്തിനിമിത്തായ സോമാർദ്ധധാരിണേ നമഃ. നമഃ എന്ന് പറഞ്ഞാൽ നമസ്കാരം, നമിക്കുന്നു. ആരെ നമിക്കുന്നു? അങ്ങയെ ഞാൻ നമിക്കുന്നു. എങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമിക്കുന്നു? നോക്കൂ. വിശുദ്ധജ്ഞാനദേഹായ നമഃ. വിശുദ്ധജ്ഞാനദേഹായ, വിശുദ്ധജ്ഞാനദേഹമായിരിക്കുന്ന സ്വരൂപത്തെ ഞാൻ നമിക്കുന്നു. അതായത് ശുദ്ധജ്ഞാനമാണ് അവിടെ ദേഹം. ജ്ഞാനം ജ്ഞാനാത് പരതരം നഹി. ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുമില്ല. അവിടെ വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനമാണ്, വിശേഷേണ ശുദ്ധമായിരിക്കുന്ന ജ്ഞാനമാണ്, അത്യധികം ശുദ്ധമായിരിക്കുന്ന ജ്ഞാനമാണ്. അപ്പോൾ വിഷയസംബന്ധമല്ലാത്ത പരിശുദ്ധമായിരിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ ദേഹം, അതായത് ദക്ഷിണാമൂർത്തി ഭാവം, ജ്ഞാനമായിരിക്കുന്ന ദേഹത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന പരമേശ്വരൻ എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി ഭാവമാണ്. അപ്പം അങ്ങനെയുള്ള വിശുദ്ധജ്ഞാന ദേഹസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെയോ ത്രിവേദീ ദിവ്യചക്ഷുഷേ, ദിവ്യചക്ഷുഷേ, ദിവ്യചക്ഷുസ്സോടുകൂടിയവന് നമസ്കാരം. എങ്ങനെയുള്ള ദിവ്യചക്ഷുഷാണ്? ത്രിവേദി, ത്രിവേദി, ത്രിവേദങ്ങളോട് കൂടിയ, 3 വേദങ്ങളോട് കൂടിയിരിക്കുന്ന ദിവ്യചക്ഷുഷ്. മഹാദേവന്, പരമേശ്വരന് 3 കണ്ണുകളുണ്ട് എന്നാണ് പറയുന്നത്. ത്രിലോചനൻ 3 കണ്ണുകളോട് കൂടിയവനാണ്. ഈ 3 കണ്ണുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? 3 വേദങ്ങളെ സൂചിപ്പിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവവേദത്തെ സാധാരണ ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ വേദങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. വേദത്രയീ എന്നൊക്കെ പറഞ്ഞിട്ട് ഋക്ക്, യജുസ്, സാമം ഇവയെയാണ് സാധാരണ സ്വീകരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ആ ത്രിവേദി, 3 വേദങ്ങളുടെയും ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്ന ദിവ്യചക്ഷുസ്സോടുകൂടിയവനാണ്. അവിടെ ജ്ഞാനസ്വരൂപൻ, വിശുദ്ധ ജ്ഞാനദേഹസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം എന്ന് പറയുന്ന പദം ഇവിടേക്കും അന്വയിക്കാം. വിശുദ്ധമായിരിക്കുന്ന ജ്ഞാനം, അത് ആ ജ്ഞാനമാണ് വേദം, അറിവ്. ആ 3 അറിവുകളെയും 3 ജ്ഞാനങ്ങളെയും കണ്ണുകളിലേക്ക്, അല്ലെങ്കിൽ കണ്ണുകളിൽ വഹിക്കുന്നവനാണ് മഹാദേവൻ. അങ്ങനെയുള്ള ത്രിവേദി ദിവ്യചക്ഷുസ്സോടു കൂടിയവന് നമസ്കാരം. ശ്രേയ പ്രാപ്തി നിമിത്തായ, ശ്രേയപ്രാപ്തിയുടെ നിമിത്തകാരകനായിരിക്കുന്നവന് നമസ്കാരം. ശ്രേയസ്, ഐശ്വര്യം, സകല ഐശ്വര്യങ്ങളെയും പ്രാപിക്കുന്നതിന് കാരണഭൂതനായിട്ടുള്ളവന്
അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ളവന് നമസ്കാരം. എന്തൊക്കെ ഐശ്വര്യങ്ങളാണോ ഇവിടെയുള്ളത് ആ ഐശ്വര്യത്തിൻ്റെ എല്ലാം പ്രാപ്തിക്ക് കാരണമായിട്ടുള്ളവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. മാത്രമല്ല ഇവിടെ ശ്രേയസ് എന്ന് പറയുന്നത് മോക്ഷമാണ്. ശ്രേയസ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് മോക്ഷമാണ് എന്നാണ് ഭാരതീയ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത്. അങ്ങനെ ഭാരതീയ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന ഏറ്റവും ശ്രേയസ്കരമായിരിക്കുന്ന മോക്ഷം, ആ മോക്ഷത്തിന് കാരണമായിട്ടുള്ള, അതാണ് ശ്രേയപ്രാപ്തി നിമിത്തായ കാരണഭൂതനായിട്ടുള്ള സോമാർദ്ധധാരിണേ. സോമാർദ്ധധാരി. ഇവിടെ മറ്റൊന്ന് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ രണ്ട് തരത്തിലാണ്, രണ്ട് കാണ്ഡങ്ങളിലായിട്ടാണുള്ളത്. ഒന്ന് കർമ്മകാണ്ഡവും ഒന്ന് ജ്ഞാനകാണ്ഡവും. കർമ്മകാണ്ഡത്തിൽ അത്യധികം പ്രാധാന്യത്തോടു കൂടി പറയുന്നത് സ്വർഗകാമം, സ്വർഗപ്രാപ്തിയാണ്. അതുകൊണ്ടാണ് സ്വർഗകാമോ യജേത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മീമാംസ വിധിച്ചിരിക്കുന്നത് സ്വർഗകാമോ യജേത, സ്വർഗം കാമിക്കുന്നവൻ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യജേത യാഗം ചെയ്യണം. അപ്പോൾ യാഗങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗപ്രാപ്തിക്കാണ്. കർമ്മകാണ്ഡം വിധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗപ്രാപ്തിക്കാണ്. നമ്മൾ സാധാരണ പറയും സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്, ഭൂമിയിൽ തന്നെയാണ്, ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിലും ശാസ്ത്രങ്ങൾ പറയുന്ന ക്രമമനുസരിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നവൻ, സ്വർഗം കാമിക്കുന്നവൻ യാഗം ചെയ്യണം. അതാണ് സ്വർഗകാമോ യജേത. അങ്ങനെ ശ്രുതികൾ, അതായത് വേദങ്ങൾ വിധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് യാഗങ്ങളാണ്. ആ യാഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രാപ്തിയാണ്. അതുകൊണ്ട് ത്രിവേദി അല്ലെങ്കിൽ ത്രിവേദങ്ങൾ വിധിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് കർമ്മകാണ്ഡത്തിലൂടെ നോക്കുമ്പോൾ സ്വർഗപ്രാപ്തിയാണ്. എന്നാൽ ജ്ഞാനകാണ്ഡം, വേദത്തിൻ്റെ അന്തമായിട്ടുള്ള വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് വിധിക്കുന്ന കാര്യങ്ങളാണ് ജ്ഞാനകാണ്ഡത്തിലുള്ളത്. ആ ജ്ഞാനകാണ്ഡം പറയുന്നത് എന്താണ്? മോക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷേഷു ചതുർവിധ പുരുഷാർത്ഥേഷു മോക്ഷ ഏവ പരമപുരുഷാർത്ഥ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മോക്ഷമാണ്. അതാണ് ചതുർവിധ പുരുഷാർത്ഥേഷു മോക്ഷ ഏവ പരമപുരുഷാർത്ഥ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മോക്ഷമാണ്. അതുകൊണ്ട് ജ്ഞാനകാണ്ഡം, വേദങ്ങളുടെ ജ്ഞാനകാണ്ഡം പറയുന്നു മോക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കർമ്മകാണ്ഡം പറയുന്നു സ്വർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ടിനും ഭേദമുണ്ടോ? ഇത് രണ്ടും ഭേദമില്ല എന്നുള്ളതാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ് സ്വർഗം. ആ അറിവ് നേടാനുള്ള ഉപാധിയാണ് ശ്രുതികൾ, വേദങ്ങൾ. ആ വേദത്തിൻ്റെ ത്രിവേദങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് മഹാദേവൻ. ആ ത്രിവേദങ്ങളെയും ചക്ഷുസ്സിൽ വഹിക്കുന്നവനാണ് മഹാദേവൻ. അങ്ങനെയുള്ള ആ മഹാദേവൻ മോക്ഷത്തിനും അല്ലെങ്കിൽ സ്വർഗത്തിനുമൊക്കെ കാരണമായിട്ട് ഉള്ളവനാണ്. അങ്ങനെയുള്ള സോമാർദ്ധധാരിണേ നമ. സോമാർദ്ധം, അർദ്ധസോമൻ എന്ന് പറഞ്ഞാൽ, സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, സോമാർദ്ധം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പകുതി, അർദ്ധം പകുതിയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പകുതിയെ ധരിക്കുന്നവനായിട്ടുള്ളവനെ അങ്ങേക്ക് നമസ്കാരം. അതായത് ചന്ദ്രക്കല ധരിക്കുന്നവനായിരിക്കുന്ന ആ മഹാദേവന് നമസ്കാരം എന്നർത്ഥം. മാത്രമല്ല ഇവിടെ സോമം എന്നുള്ളതിന് സോമരസം എന്നുള്ളൊരു അർത്ഥം കൂടെ പറയുന്നുണ്ട്. സോമരസം എന്ന് പറഞ്ഞാൽ സോമരസം സാധാരണ യാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മേലെ സ്വർഗ വിഷയവും സൂചിപ്പിച്ചതുകൊണ്ട് ആ സോമത്തെ ധരിക്കുന്നവൻ, ആ സോമരസ സംബന്ധമായതിനെ ധരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആ സോമരസം യാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനെ സോമരസം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആ സോമരസത്തെ ധരിക്കുന്നവനായിരിക്കുന്ന ആ മഹാദേവന് നമസ്കാരം. അതുകൊണ്ടാണ് സോമരസം ഒക്കെ യാഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അർത്ഥത്തെ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ മഹാദേവൻ എങ്ങനെയുള്ള മഹാദേവനാണ്? വിശുദ്ധ ജ്ഞാനദേഹനാണ്.
ശുദ്ധജ്ഞാന സ്വരൂപനാണ്. മാത്രമല്ല 3 വേദങ്ങളെയും കണ്ണുകളിൽ വഹിക്കുന്നവനാണ്. ത്രിവേദി ദിവ്യചക്ഷുഷേ, 3 വേദങ്ങളെയും കണ്ണുകളിൽ വഹിക്കുന്നവനാണ്. പരമമായ ശ്രേയസ്സിന് കാരണമായിട്ടുള്ളവനാണ്. അതുപോലെ സോമാർദ്ധം ചന്ദ്രക്കലയെ ധരിക്കുന്നവനാണ്. മോക്ഷത്തിന് കാരണമായിട്ടുള്ളവനും സ്വർഗപ്രാപ്തിക്ക് കാരണമായിട്ടുള്ളവനും ചന്ദ്രക്കലയെ വഹിക്കുന്നവനും അതുപോലെ തന്നെ സോമരസത്തിൽ അധിഷ്ഠിതനായിരിക്കുന്നവനുമായിരിക്കുന്ന അല്ലയോ മഹാദേവ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അങ്ങയ്ക്ക് നമസ്കാരം എന്നർത്ഥം. ഇതാണ് ഒന്നാമത്തെ ദേവീകീലകത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാവുന്നത്. അടുത്തത് നോക്കൂ. സർവമേതദ് വിജാനീയാൻ മന്ത്രാണാമഭികീലകം സോപി ക്ഷേമമവാപ്നോതി സതതം ജാപ്യതൽപര. എന്താണ്? സർവം മന്ത്രാണാം അഭികീലകം ഏതൽ വിജാനീയാൽ സതതം ജാപ്യതൽപര സോപി ക്ഷേമം അവാപ്നോതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സർവം മന്ത്രാണാം അഭികീലകം ഏതൽ വിജാനീയാൽ. സർവം മന്ത്രാണാം, മന്ത്രാണാം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾക്കും, സർവമന്ത്രങ്ങൾക്കും, എല്ലാ വിധത്തിലുള്ള മന്ത്രങ്ങൾക്കും അഭികീലകം, അഭികീലകമായിരിക്കുന്ന, അതായത് കീലകങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള, അപ്പോൾ എല്ലാ മന്ത്രങ്ങളുടെയും അഭികീലകങ്ങളായിരിക്കുന്ന, എല്ലാ മന്ത്രങ്ങൾക്കും ഉള്ളതായിട്ടുള്ള കീലകങ്ങളെ നശിപ്പിക്കുന്ന എന്നർത്ഥം. ഏതത് വിജാനീയാൽ, ഏതത് ഇതിനെ, വിജാനീയാൽ മനസ്സിലാക്കണം എന്നർത്ഥം. അതായത് എല്ലാ മന്ത്രങ്ങളും, മന്ത്രങ്ങൾ ഉപാസിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മന്ത്രങ്ങൾ ഉപാസിക്കുന്നത് സിദ്ധിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ആ മന്ത്രസിദ്ധി സംബന്ധമായിട്ടുള്ളതിന് പലപ്പോഴും തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളുണ്ടാകുമ്പം അതിനെയെല്ലാം ദൂരീകരിക്കണം. എങ്കിൽ മാത്രമേ ആ തടസ്സത്തെ മാറ്റിക്കൊണ്ട്, നീക്കിക്കൊണ്ട് ഉപാസനയുടെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വിഘ്നങ്ങൾ ധാരാളം ഉണ്ടാകും. അതുകൊണ്ടാണ് അപസർപ്പന്തു യേ ഭൂതാ ഭൂവി സംസ്ഥിത യേ ഭൂതാ വിഘ്നകർത്താര തേ നശ്യന്തു ശിവാജ്ഞയ. ഏതൊക്കെ കാര്യങ്ങളാണോ ഈ ഉപാസനയെ വിഘ്നമാക്കി തീർക്കുന്നത്, ഏതൊക്കെയാണോ അപസർപ്പങ്ങളായി ഭവിക്കുന്നത്, ഏതൊക്കെയാണോ എനിക്ക് തടസ്സം നിൽക്കുന്നത്, എൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കാനായിട്ട് വിഘ്നങ്ങളായിട്ടുള്ളത്, അതിനെയെല്ലാം നശിപ്പിക്കാനായിട്ടുള്ള പ്രാർത്ഥന, അതിനെയെല്ലാം നശിപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതി തന്നെ ഉണ്ട് തന്ത്രശാസ്ത്രത്തിൽ, മന്ത്രശാസ്ത്രത്തിൽ. അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികൾ, അതിൽ പെട്ടതാണ് കീലകം എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ സർവമന്ത്രാണാം കീലകം, എല്ലാ മന്ത്രങ്ങൾക്കും ആ സിദ്ധിയെ ഉണ്ടാകുമ്പോൾ ആ സിദ്ധിക്ക് പ്രതിബന്ധകങ്ങളായിരിക്കുന്ന പല പല ശാപങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ദുരിതങ്ങളെയാണ് കീലകങ്ങളെന്ന് പറയുന്നത്. അതായത് മന്ത്രസിദ്ധിക്ക് പ്രതിബന്ധങ്ങളായിരിക്കുന്ന, ശാപരൂപങ്ങളായിരിക്കുന്ന വിഷയങ്ങളാണ് കീലകങ്ങൾ. അങ്ങനെയുള്ള ആ കീലകങ്ങളെ നശിപ്പിക്കുന്ന ഏതത് വിജാനീയ, ഇതിനെ മനസ്സിലാക്കണം, അതിനെ നിങ്ങൾ ഉപാസിക്കണം. സതതം ജാപ്യതൽപര സോപി ക്ഷേമം അവാപ്നോതി. സതതം എല്ലായ്പ്പോഴും, ജാപ്യതൽപര ജപിക്കുന്നതിൽ തൽപരനായിരിക്കുന്നവൻ, ഈ കീലകത്തെ ജപിക്കുന്നതിൽ തൽപരനായിരിക്കുന്നവൻ, സോപി ക്ഷേമം അവാപ്നോതി, സോപി അവനും ക്ഷേമത്തെ അവാപ്നോതി നേടുന്നു, പ്രാപിക്കുന്നു. അപ്പം എല്ലാ സമയത്തും ജപത്തിൽ തൽപരനായിരിക്കുന്നവൻ
ആരാണോ അവനും പരമമായിരിക്കുന്ന ക്ഷേമത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. അപ്പം എന്താ, തൻ്റെ ഉപാസനയ്ക്ക് വിഘ്നങ്ങളായിരിക്കുന്ന അനവധി വിഷയങ്ങൾ വന്നു കൂടാൻ സാധ്യതയുണ്ട്. ശാപതാപാദികൾ, കോപാദികളൊക്കെ വന്നു കൂടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഉപാസനയ്ക്ക് വിഘ്നങ്ങളായിട്ട് മാറും. അങ്ങനെ ഉപാസനയുടെ വിഘ്നങ്ങളായിട്ട് മാറുന്നതിനെയെല്ലാം നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ഈ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ സ്തോത്രത്തെ ഉപാസന ചെയ്യണം. ആ സ്തോത്രത്തെ ഉപാസന ചെയ്യുന്നവൻ, ജപത്തിൽ എല്ലായ്പ്പോഴും താല്പര്യത്തോടു കൂടിയിരിക്കുന്നവൻ, അവൻ സർവമായിരിക്കുന്ന ക്ഷേമത്തെയും എല്ലാവിധത്തിലുള്ള ക്ഷേമത്തെയും പ്രാപിക്കുന്നവനായിട്ട് മാറും. മാത്രമല്ല, സിദ്ധ്യുച്ചാടനാദീനി വസ്തൂനി സകലാന്യപി ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. പിന്നെ എന്തൊക്കെ ലഭിക്കും നോക്കൂ. ഉച്ചാടനാദീനി സകലാനി വസ്തൂനി സിദ്ധ്യന്തി. എന്തൊക്കെ ലഭിക്കും? ഉച്ചാടനാദീനി സകലാനി വസ്തൂനി സിദ്ധ്യന്തി ഏതേന സ്തോത്രമാത്രേണ സ്തുവതാം ദേവീ സിദ്ധ്യതി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ജപിക്കുന്നവന് ഉച്ചാടനാദീനി, ഉച്ചാടനം ആദിയായിട്ടുള്ള, ഉച്ചാടനം തുടങ്ങിയിട്ടുള്ള എന്നർത്ഥം. സകലാനി വസ്തുനി, സകല വസ്തുക്കളും സിദ്ധ്യന്തി, സിദ്ധിക്കുന്നു. അപ്പോൾ ഈ ദേവി വിഷയ സംബന്ധമായിട്ടുള്ള സപ്തശതി ഉപാസിക്കുന്നവന്, കീലകത്തോടുകൂടി ഉപാസിക്കുന്നവന് ഉച്ചാടനം തുടങ്ങിയിരിക്കുന്ന സകല വസ്തുക്കളെയും സിദ്ധിക്കുന്നു. അതായത് ഉച്ചാടനം തുടങ്ങിയിട്ട് മന്ത്രശാസ്ത്ര സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ അനവധിയുണ്ട്. സാധാരണ ഷഡ്കർമ്മങ്ങളാണ് പറയണത്. ഉച്ചാടനം, ആരണം, സ്തംഭനം, വശ്യം, ആകർഷണം, ബന്ധനം, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള കർമ്മങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ആ കർമ്മങ്ങളെല്ലാം മന്ത്രോപാസന കൊണ്ട് സിദ്ധി നേടാനായിട്ട് സാധിക്കുന്നവയാകുന്നു. ഈ ഭഗവതിയെ ആശ്രയിക്കുന്നത് കൊണ്ട് സിദ്ധി നേടാനായിട്ട് സാധിക്കുന്നവയാകുന്നു. മന്ത്രശാസ്ത്രം വിധിക്കുന്ന വിധികളാണതെല്ലാം. അത് സന്മന്ത്രവാദം എന്ന് പറയുന്ന തരത്തിലും ദുർമന്ത്രവാദം എന്ന് പറയുന്ന തരത്തിലും രണ്ട് തരത്തിലുണ്ട്. ആശ്രയിക്കേണ്ടത് സന്മന്ത്രവാദത്തെയാണ്. എന്നാൽ ചില ആവശ്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ദുർമന്ത്രവാദത്തെയും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും അതിനെ പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പം എന്തായാലും ഈ എല്ലായ്പ്പോഴും സപ്തശതി ജപത്തിന് താല്പര്യമുള്ളവന്, അവന് സർവക്ഷേമവും നേടാനായിട്ട് സാധിക്കും. അവന് ഉച്ചാടനം തുടങ്ങിയിരിക്കുന്ന സകല വസ്തുക്കളെയും സകല സിദ്ധികളെയും നേടാനായിട്ടും സാധിക്കുന്നു. അതുപോലെ ഏതേന സ്തോത്രമാത്രേണ, ഈ സ്തോത്രം കൊണ്ട്, ഈ സ്തോത്രത്തിൻ്റെ ഒരു പാരായണം കൊണ്ട് സ്തുവതാം സ്തുതിക്കുന്നവന് ദേവി സിദ്ധ്യതി, ദേവി ഭഗവതി സിദ്ധിക്കുന്നു, പ്രസാദിക്കുന്നു. അപ്പം ഈ സ്തോത്രപാരായണം ഒന്നുകൊണ്ട് മാത്രം തന്നെ അവനിൽ, അവൻ്റെ മുൻപിൽ, അവൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ ഭഗവതി പ്രത്യക്ഷയാകും. അവന് ഭഗവതി അനുഗ്രഹം നൽകും. ഭഗവതി അവന് സിദ്ധി നൽകും എന്നുള്ളതാണ് അവിടെ ആ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടിയതാണ് ഈ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രം. ആ സ്തോത്രത്തോടൊപ്പം പാരായണം ചെയ്യാവുന്ന അത്യധികം വിശിഷ്ട ഭാവത്തോടു കൂടിയിട്ടുള്ളതാണ് ഈ കീലകം എന്ന് പറയുന്ന ഭാഗം. അടുത്തത് പറയുന്നു, ന മന്ത്രോ നൗഷധം തത്ര ന കിഞ്ചിദപി വിദ്യതേ വിനാ ജാപ്യേന സിദ്ധ്യേത സർവമുച്ചാടനാദികം. എന്താണ്? തത്ര മന്ത്ര ഔഷധം ന കിഞ്ചിദപി ന വിദ്യതേ ജാപ്യേന വിന ഉച്ചാടനാദികം സർവം സിദ്ധ്യേത സമഗ്രാണ്യപി സിദ്ധ്യന്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നോക്കൂ, തത്ര മന്ത്ര ഔഷധം ന കിഞ്ചിദപി ന വിദ്യതേ. തത്ര അവിടെ മന്ത്ര
മന്ത്രം, ഔഷധം, ഔഷധം. ന കിഞ്ചിദപി ന വിദ്യതേ. ന കിഞ്ചിദപി, അല്പം പോലും എന്നർത്ഥം. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ കുറച്ച്, കിഞ്ചിദപി കുറച്ചു പോലും, ന ഇല്ല. അപ്പോൾ കുറച്ചു പോലും ഇല്ല. ന വിദ്യതേ ഉണ്ടാവുകയില്ല. വിദ്യതേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. ന വിദ്യതേ ഉണ്ടാകുകയില്ല. കിഞ്ചിദപി ന വിദ്യതേ ജാപ്യേന വിന. ജാപ്യേന വിന, വിന എന്ന് പറഞ്ഞാൽ കൂടാതെ. ജാപ്യേന വിന ജപം കൂടാതെ. അപ്പോ മന്ത്രജപം കൂടാതെ അല്പം പോലും ഒന്നും ഉണ്ടാകുകയുമില്ല, ഒന്നും ലഭിക്കുകയുമില്ല. എന്തൊക്കെ? തത്ര മന്ത്ര ഔഷധം. മന്ത്രവും ഔഷധവും ഇല്ലാതെ ഒന്നും നേടാൻ സാധിക്കുകയില്ല, ഒന്നും ലഭിക്കുകയില്ല. ഉച്ചാടനാധികം സർവം സിദ്ധ്യേത സമഗ്രാണ്യവി സിദ്ധ്യന്തി. മന്ത്രജപം കൊണ്ട് എന്തൊക്കെ നേടാൻ സാധിക്കുന്നു എന്നാണ് പറയണത് നോക്കൂ. ഉച്ചാടനാധികം സർവം സിദ്ധ്യേത. ഉച്ചാടനാദികളായിട്ടുള്ള, ഉച്ചാടനം തുടങ്ങിയിട്ടുള്ള സർവത്തെയും സിദ്ധിക്കുന്നു, എല്ലാത്തിനെയും നേടാൻ സാധിക്കുന്നു. സമഗ്രാണ്യവി സിദ്ധ്യന്തി, സമഗ്രവും സമ്പൂർണമായിട്ടും സിദ്ധിക്കുന്നു, എല്ലാത്തിനെയും നേടാനായിട്ട് സാധിക്കുന്നു. അതായത് മന്ത്രശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന നേരത്തെ പറഞ്ഞ സിദ്ധികൾ, ആ സിദ്ധികൾക്ക്, അതായത് ഉച്ചാടനം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങൾ, ആ ഉച്ചാടനം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ടാണ് സിദ്ധികളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ആ സിദ്ധികൾ അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം അല്ലെങ്കിൽ പ്രാകാശ്യം തുടങ്ങിയിട്ടുള്ള സിദ്ധികളൊക്കെ നേടണമെങ്കിൽ ഉപാസന വേണം. ഉപാസന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേവത അനുഗ്രഹിക്കും, ആ ദേവതയുടെ പ്രസാദം ഉണ്ടാകും. ആ ദേവതയുടെ പ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ സിദ്ധികൾ നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സിദ്ധികളെയും വേണ്ട വിധത്തിൽ പൂർണ്ണമായിട്ട് നൽകുന്നവളാണ് ആ ഭഗവതി. ആ ഭഗവതി സംബന്ധമായിട്ടുള്ളതാണ് ആ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രം. അതുകൊണ്ട് തന്നെ ആ സപ്തശതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, സപ്തശതിയെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതിനെ ശരണാഗതി നടത്തിക്കഴിഞ്ഞാൽ അത് സർവ്വ അനുഗ്രഹങ്ങളും നൽകിത്തരുന്നതാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ അടുത്ത ശ്ലോകം പറയുന്നു, സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകശങ്കാമിമാം ഹര കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിദം ശുഭം. എന്താണ്? സമഗ്രാണ്യപി സിദ്ധ്യന്തി. അതാണ് സമഗ്രാണി അഭിസിദ്ധ്യന്തി. സമഗ്രമായിട്ടുള്ളതും സമ്പൂർണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സിദ്ധിക്കുന്നു. എന്തൊക്കെയാണോ നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് അതിനെയെല്ലാം സമഗ്രമായിട്ട് സമ്പൂർണമായിട്ടും നേടാനായിട്ട് സാധിക്കുന്നു. ലോകശങ്കാമിമാം, എന്താണ്? ഹര. ഹര ഇമാം ലോകശങ്കാം. ഹരിക്കൂ എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ഹരൻ എന്നുള്ള അർത്ഥത്തിൽ, ഇമാം ലോകശങ്കാം, ഈ ലോകശങ്കയെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സംശയത്തെ, കൃത്വ ചെയ്തിട്ട്, ഏവം ഇതം സർവം ശുഭം നിമന്ത്രയാമാസ. ഈ ഇമാം ലോകശങ്കാം, ഈ ലോകശങ്കത്തെ, ഈ ലോകശങ്കയെ ചെയ്തിട്ട്, കൃത്വ നനച്ചിട്ട്, ഏവം ഇപ്രകാരം, ഇതം സർവം ഈ സർവത്തെയും ഇവയെല്ലാത്തിനെയും ശുഭം നിമന്ത്രയാമാസ ശുഭമായിട്ട് നിമന്ത്രിച്ചു എന്നർത്ഥം. അതായത് ഹരൻ, പരമേശ്വരൻ, മഹാദേവൻ, ഇമാം ലോകശങ്കാം കൃത്വ ഈ ലോകശങ്കയെ, അതായത് ഉണ്ട് എന്നും ഇല്ല എന്നും, അതാണ് ലോകശങ്ക. ഒരു കൂട്ടർ പറയുന്നു ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഉണ്ട്. മറ്റൊരു കൂട്ടർ പറയുന്നു ഈ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇല്ല. ഒന്ന് മിഥ്യയാണെന്നും ഒന്ന് സത്യമാണെന്നും. പ്രപഞ്ചം സത്യമാണ് എന്ന് ചിലർ പറയുന്നു, പ്രപഞ്ചം മിഥ്യയാണ് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അവിടെ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറയുന്നത് ഇതെല്ലാം മായയുടെ ഒരു കളിയാണ്. മായാമാത്രമിതം സർവം. ഇത് ഈ കാണുന്നതെല്ലാം മായയുടെ ഒരു കളിയാണ്, മായ മാത്രമാണ്. പ്രത്യക്ഷത്തിൽ കാണാൻ നമുക്ക് കാണുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഇല്ലാത്തതാണ്. എന്താണ് ഉള്ളത്? ഉള്ളത് എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമാണ്, അല്ലെങ്കിൽ ബ്രഹ്മം, പരബ്രഹ്മം മാത്രമാണ്, പരമാത്മാവ് മാത്രമാണ്.
സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യം ജ്ഞാനം അനന്തം ഇത് മൂന്നുമാണ് അല്ലെങ്കിൽ ബ്രഹ്മലക്ഷണം. അല്ലെങ്കിൽ സത്യവും ജ്ഞാനവും അനന്തവുമായിട്ടുള്ളതാണ് ബ്രഹ്മം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഈ ജഗത്ത് എന്ന് പറയുന്നത് മിഥ്യയാണ്. ജീവോ ബ്രഹ്മൈവ, ഈ ജീവൻ തന്നെയാണ് ബ്രഹ്മം, അല്ലെങ്കിൽ ജീവൻ ബ്രഹ്മം തന്നെയാണ്. നാപര, മറ്റൊന്നായിട്ടില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മിഥ്യയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടര്. എന്നാൽ ഈ പ്രപഞ്ചം എന്നുള്ളതുണ്ട്, വസ്തുക്കൾ എന്ന് പറയുന്നതുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നതുണ്ട്, ജീവജാലങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തതാണ് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നു. അങ്ങനെ രണ്ട് തരത്തില്, അതാണ് പക്ഷദ്വയം. ഈ ലോകശങ്ക എന്ന് പറയുന്നത് അതാണ്. ഈ ലോകശങ്കയെ ചെയ്തിട്ട് വിചാരിച്ചിട്ട് ഇപ്രകാരം കീലകത്തെ നിർമ്മിച്ചുകൊണ്ട് ഇതം സർവം, ഈ സർവത്തെയും ശുഭം നിമന്ത്രയാമാസ, ശുഭമായിട്ട് നല്ല തരത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, മംഗളത്തിന് വേണ്ടിയിട്ട് നിമന്ത്രിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ മറ്റൊരു വ്യാഖ്യാനം കൂടെ പറയണത്, ഈ സജ്ജനങ്ങള് സപ്തശതി എന്ന് പറയുന്ന ശ്രീദേവി മഹാത്മ്യത്തിന്റെ പാരായണം, ആ പാരായണം അതൊന്നുകൊണ്ട് മാത്രം തന്നെ കൃതാർത്ഥരായിട്ട്, അതൊന്നുകൊണ്ട് മാത്രം എല്ലാം മതി എന്ന് മനസ്സിലാക്കിയവരായിട്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളായിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളെയും എല്ലാ മന്ത്രങ്ങളെയും ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യർത്ഥതയെക്കുറിച്ച് പരമേശ്വരൻ ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സപ്തശതി എന്ന് പറയുന്ന ആ ശ്രീദേവി മഹാത്മ്യത്തിന്റെ പാരായണം കൊണ്ടുണ്ടാകുന്ന സിദ്ധികൾക്ക് പ്രതിബന്ധകമായിട്ടുള്ള ഒരു കീലകം, അതായത് സിദ്ധികൾ ഉണ്ടാകുമ്പം അതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ആ പ്രതിബന്ധങ്ങൾക്ക് കാരണമായിട്ടുള്ളതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള കീലകം, അതിനെ നിർമ്മിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ സാരം. എന്നിട്ട് പറയുന്നു, സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസ സമാപ്തിർന ച പുണ്യസ്യ താം യഥാവന്നിയന്ത്രണാം. എന്താണ്? സ ചണ്ഡികായാസ്തു തൽ സ്തോത്രം വൈ ഗുഹ്യം പുണ്യസ്യ സമാപ്തി ന ച താം യഥാവൽ നിയന്ത്രണാം ചകാര. സ എന്ന് പറഞ്ഞാൽ അവൻ. ആരാണ്? ആ പരമേശ്വരൻ മഹാദേവൻ. ചണ്ഡികായാഹ്തു, ചണ്ഡികയുടെ ആകട്ടെ, തൽ സ്തോത്രം വൈ, ആ സ്തോത്രത്തെ ആകട്ടെ, ഗുഹ്യം, ഗുഹ്യമായിട്ട് രഹസ്യമാക്കിയിട്ട്, പുണ്യസ്യ സമാപ്തി നച, പുണ്യത്തിന്റെ സമാപ്തി ഇല്ല എന്നും, താം യഥാവൽ, താം എന്ന് വെച്ചാൽ അതിനെ, ആ പാരായണത്തെ എന്നർത്ഥം, യഥാവൽ വേണ്ടതുപോലെ നിയന്ത്രണാം ചകാര, നിയന്ത്രിക്കുകയും ചെയ്തു. അതായത് മഹാദേവൻ ആ സപ്തശതി എന്ന് പറയുന്ന സ്തോത്രത്തെ അത്യധികം രഹസ്യമാക്കിക്കൊണ്ട് അതിൻ്റെ പാരായണം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തിന് അവസാനമില്ല എന്നതുകൊണ്ട്, അത്യധികം പുണ്യം സപ്തശതിയുടെ പാരായണം കൊണ്ട് ലഭിക്കും എന്നർത്ഥം. അതിൻ്റെ ആ പാരായണത്തിൻ്റെ പുണ്യത്തിന് ഒരു അറ്റമില്ല. അത് അങ്ങനെ എന്താണ്, അനന്തമായിട്ടിങ്ങനെ ബഹിർഗമിക്കും, അനന്തമായിട്ടിങ്ങനെ സിദ്ധിക്കും. അതിൻ്റെ അനുഗ്രഹം, ആ പാരായണത്തിൻ്റെ വൈശിഷ്ട്യം അത്രമാത്രമുണ്ട് എന്നുള്ള അതനുസരിച്ചുകൊണ്ട് ആ പാരായണക്രമത്തെ ഗൂഢമായിരിക്കുന്ന ഉപായമാക്കി മാറ്റി എന്നർത്ഥം. അത്യധികം ഗൂഢമാക്കി. കാരണം എന്താണ്? ആശ്രയിക്കുന്നവർക്ക് കാമധേനുവാണ്. ആ കാമധേനു നൽകുന്ന അനുഗ്രഹത്തിന് ഒരറുതിയില്ല, അതിനൊരു അവസാനമില്ല, അതിനൊരു അറ്റമില്ല, അതിനൊരു പരിസമാപ്തിയില്ല. അതുകൊണ്ട് തന്നെ മഹാദേവൻ അതിനെ ഗൂഢമാക്കി, ആ പാരായണക്രമത്തെ അത്യധികം ഗൂഢമാക്കി വച്ചു എന്നർത്ഥം. സോപി സർവം ക്ഷേമമേവ, സോപി ക്ഷേമവാപ്നോതി
സർവമേവ ന സംശയ കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിത ദദാതി പ്രതിഗൃഹാതി നാന്യഥൈഷാ പ്രസീദതി. എന്താണ്? സഹ അപി സർവം ക്ഷേമമേവ അവാപ്നോതി ന സംശയ. സഹ അപി അവനും, സഹ എന്ന് പറഞ്ഞാൽ അവൻ, അപി സോപി അവനും, സർവം ക്ഷേമമേവ സർവം ക്ഷേമത്തെയും എല്ലാ തരത്തിലുള്ള ക്ഷേമത്തെയും അവാപ്നോതി പ്രാപ്നോതി. അപ്പോൾ അവന്, അതായത് ഈ ദൈവീമാഹാത്മ്യത്തെ ആശ്രയിക്കുന്നവന്, ആ കീലകത്തെയെല്ലാം ആശ്രയിക്കുന്നവന് സർവക്ഷേമവും പ്രാപിക്കാൻ സാധിക്കുന്നു എന്ന കാര്യത്തിൽ ന സംശയ, ഒരു സംശയവുമില്ല. അത് സമ്പൂർണമായിട്ട് ലഭിക്കും. അതായത് ആ ഭഗവതിയെ ആശ്രയിക്കുന്നവന് സർവ്വ ഐശ്വര്യങ്ങളും സർവക്ഷേമവും പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല അതിനെന്ത് ചെയ്യണം? കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിത. എന്താണ്? കൃഷ്ണായാം വാ കൃഷ്ണയിലോ, അഷ്ടമ്യാം അഷ്ടമിയിലോ, ചതുർദശ്യാം വാ ചതുർദശിയിലോ, സമാഹിത സമാഹിതനായിട്ട്, ദദാതി പ്രതിഗൃഹാതി അന്യഥാ ഏഷാ ന പ്രസീദതി. അപ്പോ ആ പാരായണത്തെ ചെയ്യേണ്ട ഒരു വിധിയാണ്. കൃഷ്ണായാം അഷ്ടമ്യാം, കൃഷ്ണയിലോ അഷ്ടമിയിലോ എന്ന് പറഞ്ഞാൽ കൃഷ്ണായാം അഷ്ടമി, കൃഷ്ണാഷ്ടമി എന്നർത്ഥം. കൃഷ്ണപക്ഷം, കറുത്തപക്ഷം, കറുത്തപക്ഷത്തിലെ അഷ്ടമി, അതാണ് കൃഷ്ണായാം അഷ്ടമ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചതുർദശ്യാം, ചതുർദശിയിലോ. അപ്പൊ കൃഷ്ണശബ്ദത്തെ അഷ്ടമിയിലേക്കും അന്വയിക്കണം, ചതുർദശിയിലേക്കും അന്വയിക്കണം. അപ്പൊ കൃഷ്ണപക്ഷം കറുത്തപക്ഷത്തിലെ അഷ്ടമിയിലോ കറുത്തപക്ഷത്തിലെ ചതുർദശിയിലോ സമാഹിതനായിട്ട്, അതായത് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട്, ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട്, സമാഹിതനായിട്ട് എന്നർത്ഥം. ദദാതി പ്രതിഗൃഹാതി, ദദാതി ആരാണോ ദാനം ചെയ്യുന്നത്, പ്രതിഗൃഹാതി പ്രതിഗ്രഹിക്കുന്നത്, അന്യഥാ ഏഷ അല്ലെങ്കിൽ ഏഷ ഇവൻ, ഈ ഭഗവതി എന്നർത്ഥം. ഏഷ സ്ത്രീലിംഗല്ലേ, ഇവൾ, ഈ സപ്തശതി സംബന്ധമായിരിക്കുന്ന ഭഗവതി എന്ന പ്രസീദതി പ്രസാദിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ എന്താ പറഞ്ഞത്? കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി എന്ന് പറയുന്ന തിഥിയിലോ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി എന്ന് പറയുന്ന തിഥിയിലോ ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടു കൂടിയിട്ട് ദാന പ്രതിഗ്രഹ രൂപമായിരിക്കുന്ന കർമ്മത്തെ അനുഷ്ഠിക്കണം. അങ്ങനെ ദാന പ്രതിഗ്രഹ രൂപമായിരിക്കുന്ന കർമ്മത്തോടു കൂടിയിട്ട് അനുഷ്ഠിക്കുന്നവന് ഈ ഭഗവതി സർവ്വ അനുഗ്രഹങ്ങളെയും നൽകും. അല്ലെങ്കിൽ ഈ സപ്തശതി എന്ന് പറയുന്ന ഭഗവതി പ്രസാദിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നവർ, സപ്തശതി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നവർ, ആ ഭഗവതിയെ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യണം? കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി നാളിൽ, അഷ്ടമി തിഥിയിലും കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലും ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ദാനം നൽകണം, ദാനം സ്വീകരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ആ ഭഗവതി പ്രസാദിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പറഞ്ഞിട്ട് പറയുന്നു, ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം യോ നിഷ്കീലാം വിധായൈനാം നിത്യം ജപതി സംസ്ഫുടം സസിദ്ധ സഗണസോപി ഗന്ധർവോ ജായതേ വനേ. എന്താണ്? ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം യഹ് യേഷാം നിഷ്കീലാം വിധായ നിത്യസംസ്ഫുടം ജപതി സ സിദ്ധ സ ഗണ സ അവനേ ഗന്ധർവ അഭിജായതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഇത്തം രൂപേണ? ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഇങ്ങനെ എന്നൊക്കെ അർത്ഥം. ഈ രൂപേണ രൂപത്തിൽ, കീലേന കീലം കൊണ്ട്, കീലം എന്ന് പറഞ്ഞാൽ ആണി. അപ്പോൾ ഈ രൂപത്തിൽ ഒരു ആണി കൊണ്ട്, ഇപ്രകാരം മുകളിൽ പറഞ്ഞ ക്രമത്തിൽ ഒരു ആണി കൊണ്ട് മഹാദേവേന കീലിതം, മഹാദേവനാൽ കീലിതമാക്കപ്പെട്ടു. കീലിതമാക്കുക എന്ന് പറഞ്ഞാൽ ആണിയെ അടിച്ച് തറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്.
അപ്പോൾ ഈ ഒരു തരത്തിൽ മഹാദേവനാൽ അടിച്ചുറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആണി. യഹ് യേഷാം നിഷ്കീലാം വിധായ, യഹ് എന്ന് വെച്ചാൽ യാതൊരുവനാണോ, യേഷാം ഇതിനെ എന്ന് വെച്ചാൽ ഈ സപ്തശതിയെ എന്നർത്ഥം. അപ്പൊ ആരാണോ ഈ സപ്തശതിയെ നിഷ്കീലാം വിധായ എന്ന് പറഞ്ഞാൽ വിധാനം ചെയ്തിട്ട്, എന്ത് ചെയ്തിട്ട്? നിഷ്കീലാം വിധായ, നിഷ്കീലത്തെ ചെയ്തിട്ട് എന്ന് വെച്ചാൽ കീലം പ്രയോഗിക്കാതെ എന്നർത്ഥം. ആ കീലകം എന്ന് പറയുന്ന സ്തോത്രം ചൊല്ലാതെ കണ്ട് എന്നൊക്കെ അർത്ഥം. നിഷ്കീലമായിട്ട് ആണി അടിച്ചുറപ്പിക്കുകയാണ് കീലം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം ആ കീലകം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ആണി അടിച്ചുറപ്പിക്കാതെ. ഒരു വസ്തു ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ ആ ഉറപ്പിച്ച് നിർത്താനായിട്ടുള്ള ഒരു സാധനം വേണം. ആ സാധനം കൊണ്ട് അതിനെ നമുക്ക് ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആണി അടിച്ചാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അതിന് അത്യധികം ശക്തമായിട്ട് അവിടെ സ്ഥായിയായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. ആ ആണി അവിടുന്ന് ഇളകി വന്നാൽ മാത്രമേ അവിടുന്ന് ചലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാത്ത തരത്തിൽ ആ ആണി അവിടെ അടിച്ചുറപ്പിക്കുകയാണെങ്കിൽ അതിന് ഇളകാൻ പറ്റാത്ത തരത്തിലായിട്ട് മാറും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നിഷ്കീലാം വിധായ, നിഷ്കീലമായിട്ട് ആ ആണി അടിച്ചുറപ്പിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിത്യസംസ്ഫുടം ജപതി, നിത്യസംസ്ഫുടമായിട്ട് ദിവസവും സംസ്ഫുടമായിട്ട് വ്യക്തമായിട്ട് തന്നെ ജപിക്കുന്നു എങ്കിൽ അവൻ സിദ്ധനായിട്ടും അവൻ ഗണമായിട്ടും അല്ലെങ്കിൽ ഗണത്തിൽപ്പെട്ടവനായിട്ടും അവനത്തിൽ എന്ന് വെച്ചാൽ രക്ഷണത്തിൽ എന്നർത്ഥം. ഗന്ധർവ അപി ജായതേ, ഗന്ധർവനായിട്ടും ഭവിക്കുന്നു. അതായത് മുകളിൽ പറഞ്ഞ തരത്തിൽ കീലകം കൊണ്ട് ആണി കൊണ്ട് മഹാദേവനാൽ അടിച്ചുറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണോ ഈ സപ്തശതി എന്ന് പറയുന്ന ആ മന്ത്രത്തെ ദാനം, പ്രതിഗ്രഹം തുടങ്ങിയിട്ടുള്ള ദാനപ്രതിഗ്രഹാഖ്യ കർമ്മം കൊണ്ട് ആ ആണിയോട് കൂടാതെ ആക്കിയിട്ട് ദിവസവും വ്യക്തമായി ജപിക്കുന്നത് അവൻ സിദ്ധനായിട്ടും ഭഗവതിയുടെ പരിവാരത്തോടു കൂടിയവനായിട്ടും അല്ലെങ്കിൽ ഭഗവതിയുടെ പരിവാരത്തിൽപ്പെട്ടവനായിട്ടും രക്ഷണത്തിൽ പെട്ടവനായിട്ടും ഗന്ധർവനായിട്ടുമൊക്കെ ഭവിക്കുന്നു എന്നർത്ഥം. അപ്പം എന്താണ് ഈ സ്തോത്രം എന്ന് പറയുന്നത്? കീലക സ്തോത്രം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസകരമായിരിക്കുന്ന, ചിന്തകൾക്ക് അപ്പുറത്തുള്ള ഫലത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സർവേശ്വരന്മാരായിട്ട് ഭവിക്കും. ഈ കീലകം കൂടാതെ സപ്തശതി ജപിച്ചു കഴിഞ്ഞാൽ സർവേശ്വരത്വം പ്രാപിക്കും എല്ലാവരും എന്ന് മനസ്സിലാക്കിയിട്ട് മഹാദേവൻ ഒരു കീലകം കൊണ്ട് അതിനെ ബന്ധിച്ചു. അതുകൊണ്ട് ഉപാസകൻ കൃഷ്ണാഷ്ടമിയിലോ കൃഷ്ണചതുർദശിയിലോ ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള ധനം മുതലായവയെ ആ ഭഗവതിക്ക് സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ഭഗവതിക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഭഗവതിയെ ആശ്രയിക്കണം. അങ്ങയുടെ ആശ്രയത്തിൽ എനിക്ക് പ്രസാദമുണ്ടാകണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രാപിക്കുകയാണെങ്കിൽ, ഏകാഗ്രചിത്തനായിട്ട് പ്രാപിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. അങ്ങനെ ദേവിയുടെ അധീനനായിട്ട് ഭവിക്കുകയും അങ്ങനെയുള്ളവന് ആ സപ്തശതി എന്ന് പറയുന്ന ഭഗവതി പ്രസാദിക്കുകയും ചെയ്യും. അല്ലാത്ത ആർക്കും ആ ഭഗവതി പ്രസാദിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ഒരു കീലകം വെച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സർവേശ്വരത്വം വേണ്ട, സർവേശ്വരത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു തരത്തിലാണ് അവിടെ കീലകം എന്ന് പറയുന്ന ഒരു ഭാഗം വച്ചുറപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടോ നാചൈവാപ്യടതസ്തസ്യ ഭയം ക്വാപി ഹജായതേ
നാപമൃത്യുവശം യാതി മൃദോ മോക്ഷമവാപ്നുയാത്. നോക്കൂ എന്താണ് പറയണത്. അടത തസ്യ ഇഹ ക്വ അപി ഭയം ന ജായതേ ഏവച അപമൃത്യുവശം ന യാതി മൃത മോക്ഷം അവാപ്നുയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അടത തസ്യ, അടനം ചെയ്യുന്നവന്, തസ്യ എന്ന് പറഞ്ഞാൽ അവന്, അടത എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവൻ, അതാണ് അടത. തസ്യ സഞ്ചരിക്കുന്നവനായിരിക്കുന്ന അവന്, ഇഹ ഇവിടെ, ഇഹലോകത്ത്, ക്വ അപി ഒരിക്കലും, ഒരു സ്ഥലത്തും അർത്ഥം, ഒരു സ്ഥലത്തും ഭയം ന ജായതേ ഭയമുണ്ടാകുകയില്ല, ഭയം ജനിക്കുകയില്ല. മാത്രമല്ല ഏവച അത് ഉറപ്പായിട്ടുള്ളതാണ്. ഭയം ന ജായതേ ഏവച, അതായത് ഈ തരത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് കൂടിയിട്ട് ഉപാസന ചെയ്യുന്നവന്, അങ്ങനെ സഞ്ചരിക്കുന്നവന് ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ഭയം ഉണ്ടാകുകയില്ല, അത് നിശ്ചയമാണ്. മാത്രമല്ല അപമൃത്യുവശം ന യാതി, അപമൃത്യുവശമായിട്ട് ന യാതി സഞ്ചരിക്കുകയില്ല, പോകുകയില്ല എന്നൊക്കെ അർത്ഥം. അതായത് അവൻ മരിക്കുന്നത് അപമൃത്യുവായിട്ടായിരിക്കില്ല, അവൻ നല്ല മരണമായിരിക്കും അവന് ഉണ്ടാകുക. മാത്രമല്ല മൃതനായിട്ടുള്ളവൻ, മരിച്ചിരിക്കുന്നവൻ മോക്ഷം അവാപ്നുയാൽ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യും. അപ്പം എന്താ, ഈ മേൽപ്പറഞ്ഞ തരത്തിൽ ആ സപ്തശതിയെ ആശ്രയിക്കുന്നവന്, അവൻ സഞ്ചരിക്കുന്ന അവന് ഈ ലോകത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു ഭയവും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അവന് അപമൃത്യു ഉണ്ടാകുകയില്ല, അഥവാ അവൻ മരിക്കുകയാണെങ്കിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുന്നു, ജ്ഞാത്വ പ്രാരഭ്യ കുർവീത ഹ്യകുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈഃ. ജ്ഞാത്വ പ്രാരഭ്യ കുർവീത അകുർവാണ വിനശ്യതി തതഃ ബുധൈഃ ജ്ഞാത്വ ഏവ ഇദം സമ്പന്നം പ്രാരഭ്യതേ. ജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പ്രാരഭ്യ കുർവീത പ്രാരംഭം ചെയ്യണം. അതായത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാത്തിനെയും അറിഞ്ഞിട്ട് പാരായണം ചെയ്യണം, പാരായണം തുടങ്ങണം എന്നർത്ഥം. അകുർവാണനായിരിക്കുന്നവൻ, അതായത് ചെയ്യാത്തവൻ എന്നർത്ഥം. ഇങ്ങനെ ചെയ്യാത്തവൻ, മേൽപ്പറഞ്ഞ തരത്തിൽ ഒന്നും അനുസരിക്കാത്തവൻ, വിനശിക്കുകയും, അതായത് നശിക്കുകയും വിനാശത്തെ പ്രാപിക്കുകയും ചെയ്യും. അവന് യാതൊരു തരത്തിലുള്ള സിദ്ധിയും ഉണ്ടാകുകയില്ല, അവന് നാശമാണ് ഉണ്ടാകുക എന്നർത്ഥം. തഥ അതുകൊണ്ട് ബുധന്മാരാൽ, ബുദ്ധിമാന്മാരാൽ, പണ്ഡിതന്മാരാൽ ജ്ഞാത്വ ഏവ അറിഞ്ഞിട്ട് തന്നെ ഇതം സമ്പന്നം പ്രാരഭ്യതേ, ഇതിനെ സമ്പന്നമാക്കിയിട്ട് മറ്റൊരു തരത്തിലും ബാധിക്കാത്ത തരത്തിലാക്കിയിട്ട് പ്രാരഭ്യതേ ആരംഭിക്കണം. അതായത് പണ്ഡിതന്മാർ ഇതിനെ അറിഞ്ഞിട്ട് ഈ പാരായണക്രമം എങ്ങനെയാണോ എന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ നിർദോഷമാക്കിക്കൊണ്ട്, യാതൊരു തരത്തിലുള്ള ദോഷവും ബാധിക്കാത്ത തരത്തിലാക്കിക്കൊണ്ട് പാരായണം ആരംഭിക്കണം എന്നർത്ഥം. അപ്പം എന്താ, ഈ പാരായണക്രമം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെ അറിഞ്ഞതിന് ശേഷം പാരായണം ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവൻ നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ആശ്രയിക്കുന്നത്, അതിനെ പാരായണം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിനെ നന്നായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം പാരായണം ചെയ്യാൻ. അതുകൊണ്ട് ദോഷങ്ങളെല്ലാം അകലും, സർവസിദ്ധിയെ പ്രാപിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം പറയുന്നു, സൗഭാഗ്യാതിശയൽ കിഞ്ചിൽ ദൃശ്യതേ ലലനാജനേ തൽ സർവം തൽപ്രസാദേന തേന ജാപ്യമിതം ശുഭം. എന്താണ് പറഞ്ഞത്?
സൗഭാഗ്യാദി ചയൽ കിഞ്ചിൽ ദൃശ്യതേ ലലനാജനെ. ലലനാജനെ സൗഭാഗ്യാദി ച യൽ കിഞ്ചിൽ ദൃശ്യതേ. ലലനാജനെ, ജനം എന്ന് പറഞ്ഞാൽ ജനം തന്നെ. എങ്ങനെയുള്ള ജനമാണ്? ലലനാജനം. ലലന എന്ന് പറഞ്ഞാൽ സ്ത്രീ. സ്ത്രീജനങ്ങളിൽ സൗഭാഗ്യാദി ച യൽ കിഞ്ചിൽ, സൗഭാഗ്യാദികൾ, സൗഭാഗ്യം തുടങ്ങിയിരിക്കുന്നവർ, യൽ കിഞ്ചിൽ യാതൊന്ന് ചിലതായിട്ടുള്ളത്, അല്പം, കിഞ്ചിൽ എന്ന് പറഞ്ഞാൽ അല്പം, ദൃശ്യതയെ കാണാൻ സാധിക്കുന്നു. അപ്പം എന്താ, സ്ത്രീജനങ്ങളിൽ സൗഭാഗ്യം തുടങ്ങിയിരിക്കുന്ന, സ്ത്രീയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സൗന്ദര്യത്തെയാണ്. അതുകൊണ്ടാണ് സ്ത്രീജനങ്ങൾ കൂടുതലായിട്ടും മേക്കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ ആഗ്രഹിക്കുന്ന, സ്ത്രീയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. ആ സൗഭാഗ്യം, സ്ത്രീകളുടെ സൗന്ദര്യമായിരിക്കുന്ന സൗഭാഗ്യം അല്പം കാണാൻ സാധിക്കും. ചില ഗുണങ്ങളായിട്ട് അവരിൽ അല്പം കാണാനായിട്ട് സാധിക്കും. തൽസർവം തൽപ്രസാദേന തേന ശുഭം ഇതം ജാപ്യം. തൽസർവം അതെല്ലാം തന്നെ, തൽപ്രസാദേന അതിൻ്റെ പ്രസാദം കൊണ്ട്, ആ ഭഗവതിയുടെ പ്രസാദം കൊണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് തേന ശുഭം ഇതം, ശുഭമായിരിക്കുന്ന ഇതിനെ, മംഗളകരമായിരിക്കുന്ന ഇതിനെ ജാപ്യം, ജപിക്കേണ്ടതാകുന്നു. അപ്പം എന്താ, സ്ത്രീജനങ്ങളിൽ അവരുടെ സൗഭാഗ്യമായിട്ട് അവർ കരുതുന്ന സൗന്ദര്യം മുതലായ ചില ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നുവെങ്കിൽ, യൽ കിഞ്ചിൽ ദൃശ്യതേ, അല്പം ചില ഗുണങ്ങളായിട്ട് ചില സ്ത്രീകളിൽ ഇങ്ങനെ സൗന്ദര്യം മുതലായവ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതെല്ലാം ഭഗവതിയുടെ പ്രസാദം കൊണ്ടാണ്. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ സ്ത്രീയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണെങ്കിൽ, സൗന്ദര്യമുള്ള മുഖം എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടാകാൻ പാടില്ല? കോപത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. കോപം വന്നു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് മങ്ങലായി. അതുപോലെ തന്നെ ഭയം വന്നു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് മങ്ങലായി. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളതെല്ലാം ഇല്ലാതെ പോസിറ്റീവായിട്ടുള്ളത് തെളിഞ്ഞു കാണുക, അതാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ആ സൗന്ദര്യം സ്ത്രീകളിൽ പ്രകടമായിട്ട് കാണുകയാണെങ്കിൽ അതെല്ലാം ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ അല്പം സൗന്ദര്യമൊക്കെ സ്ത്രീകളിൽ കാണുന്നുവെങ്കിൽ അതുകൊണ്ട് അത് ദേവതയുടെ പ്രസാദം കൊണ്ടാണ്, ഭഗവതിയുടെ പ്രസാദം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മംഗളകരമായിരിക്കുന്ന ഈ സ്തോത്രത്തെ ജപിക്കണം. അപ്പോൾ വീണ്ടും ദേവിയുടെ പ്രസാദം ഉണ്ടാകും. അങ്ങനെ ദേവീ പ്രസാദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഫലശ്രുതി കൂടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ശനൈസ്തു ജപ്യമാനേസ്മിൻ സ്തോത്രേ സമ്പത്തിരുച്ചകൈ ഭവത്യേവ സമഗ്രാപി തതഃ പ്രാരഭ്യമേവ തൽ. എന്താണ്? അസ്മിൻ സ്തോത്രേ ശനൈസ്തു ജപ്യമാനേ സമ്പത്തി ഉച്ചകൈ സമഗ്രാപി ഭവതി ഏവ തതഃ തൽ പ്രാരഭ്യമേവ. എന്താണ്? അസ്മിൻ സ്തോത്രേ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ, സ്തോത്രേ സ്തോത്രത്തിൽ, അസ്മിൻ സ്തോത്രേ എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രത്തിൽ, ശനൈ, ശനൈ എന്ന് വെച്ചാൽ മന്ദം, പതുക്കെ എന്നൊക്കെ അർത്ഥം. പതുക്കെ ആകട്ടെ ജപ്യമാനെ ജപിക്കുകയാണെങ്കിൽ സമ്പത്തി ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഈ സ്തോത്രം, സപ്തശതി എന്ന് പറയുന്ന ഈ സ്തോത്രം പതുക്കെ ജപിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഉച്ചകൈ സമഗ്രാപി ഭവതി ഏവ. ഉച്ചകൈ, ഉച്ചത്തിൽ ജപിക്കുകയാണെങ്കിൽ സമഗ്രാപി, സമ്പൂർണങ്ങളായിരിക്കുന്ന ഐശ്വര്യങ്ങളും ഉണ്ടാകും. പതുക്കെയാണ് ജപിക്കുന്നതെങ്കിൽ, അധികം ഉച്ചയില്ലാതെ പതുക്കെയാണ് ജപിക്കുന്നതെങ്കിൽ ഐശ്വര്യമുണ്ടാകും. എന്നാൽ അത്യധികം ഉച്ചത്തിലാണ് ജപിക്കുന്നതെങ്കിൽ സമ്പൂർണമായിരിക്കുന്ന ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഭവതി ഏവ തതഃ, അതുകൊണ്ട് തന്നെ, തൽ പ്രാരഭ്യമേവ, അത് പ്രാരഭ്യമേവ, പ്രാരഭ്യമാക്കേണ്ടതാകുന്നു. അതായത് ഉച്ചത്തിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാകുന്നു. മെല്ലെയാണ് ചൊല്ലുന്നതെങ്കിൽ, പതുക്കെയാണ് ചൊല്ലുന്നതെങ്കിൽ, ശബ്ദം കുറച്ചാണ് ചൊല്ലുന്നതെങ്കിൽ അവിടെ ഐശ്വര്യമുണ്ടാകും. എങ്കിൽ കൂടി അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഐശ്വര്യമുണ്ടാകണം, അത്യധികം സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ
എന്ത് ചെയ്യണം? ഉറക്കെ പാരായണം ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദേവീ മഹാത്മ്യം സപ്തശതി എന്ന് പറയുന്ന മന്ത്രം ഉറക്കെ തന്നെ പാരായണം ചെയ്യണം എന്നർത്ഥം. എന്നിട്ട് പറയാണ്, ഐശ്വര്യം യൽ പ്രസാദേന സൗഭാഗ്യ ആരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ സ്തൂയത്തെ സാന കിം ജനയ്യേ. എന്താണ്? യൽ പ്രസാദേന ഐശ്വര്യം സൗഭാഗ്യ ആരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ സാ ജനയ്യേ കിം ന സ്തൂയത്തെ. എന്താണ്? യൽ പ്രസാദേന, പ്രസാദേന എന്ന് പറഞ്ഞാൽ പ്രസാദം കൊണ്ട്. യൽ പ്രസാദേന, യാതൊന്നിൻ്റെ പ്രസാദം കൊണ്ട്. ഇവിടെ യാതൊന്ന് എന്ന് പറയുന്നത് എന്താണ്? ഭഗവതിയാണ്. ആ സപ്തശതി സംബന്ധമായിരിക്കുന്ന ഭഗവതി, ആ യാതൊരു ഭഗവതിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യം, ഐശ്വര്യം സൗഭാഗ്യം സൗഭാഗ്യ ആരോഗ്യ സമ്പദ, ആരോഗ്യ സമ്പത്തി, അതായത് ഐശ്വര്യം സൗഭാഗ്യം ആരോഗ്യം സമ്പത്ത് എന്നിവ ആ ദേവിയുടെ കരുണാകടാക്ഷം കൊണ്ടുണ്ടാകും. മാത്രമല്ല ശത്രുഹാനി ഉണ്ടാകും, ശത്രുക്കളെല്ലാം നശിച്ചു പോകും. പിന്നെയോ പരോമോക്ഷ, പരമമായിരിക്കുന്ന മോക്ഷമുണ്ടാകും. മാത്രമല്ല സാ ജനൈ കിം ന സ്തൂയതേ, അതുകൊണ്ട് സാ ജനൈ, ആ ഭഗവതി, സാ എന്ന് പറഞ്ഞാൽ അവൾ, അവൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ആ ഭഗവതി, ആ ദേവി, ജനൈ ജനങ്ങളാൽ, കിം ന സ്തൂയതേ എന്തുകൊണ്ടാണ് സ്തുതിക്കപ്പെടാത്തത്? അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാമധേനു ആയിരിക്കുന്ന ഭഗവതിയുടെ പ്രസാദം, ആ പ്രസാദം സകല ഐശ്വര്യത്തെയും നൽകുന്നതാണ്, സകല സൗഭാഗ്യങ്ങളെയും നൽകുന്നതാണ്, സർവ്വ ആരോഗ്യങ്ങളെയും നൽകുന്നതാണ്, സർവസമ്പത്തിനെയും പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ചേർന്നിരിക്കുന്നതായിരിക്കുന്ന അത്യധികം ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു ജീവിതം തന്നെ ഉണ്ടാകും. മാത്രമല്ല ശത്രുക്കളില്ലാതാകും. ഉണ്ടെങ്കിൽ തന്നെ അവർ ഹനിക്കപ്പെടും. പരമമായിരിക്കുന്ന മോക്ഷവും ലഭിക്കും. ഇതിൽ പരം എന്താണ് വേണ്ടത്? സർവസിദ്ധികളും നേടിക്കൊണ്ട് പരമമായിരിക്കുന്ന മോക്ഷത്തെ, ശത്രുക്കളൊന്നുമില്ലാതെ, തനിക്കെതിരാളികളൊന്നുമില്ലാതെ പരമമായിരിക്കുന്ന മോക്ഷത്തെ നേടിത്തരാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് ആ ഭഗവതി, അല്ലെങ്കിൽ നേടിത്തരുന്നവളാണ് ആ ഭഗവതി എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ ജനങ്ങളൊന്നും ആ ഭഗവതിയെ ആശ്രയിക്കാത്തത്? ആ ഭഗവതിയെ ആശ്രയിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അജ്ഞാനമാണ് അതിന് കാരണം, മായയാണ് അതിന് കാരണം. മായ കൊണ്ട് ഇതിനെയെല്ലാം ആവൃതമാക്കി വെച്ചിരിക്കുകയാണ്, വിദ്യയെ ആവൃതമാക്കി വെച്ചിരിക്കുകയാണ് അവിദ്യ. അവിടെ അവിദ്യ എന്ന് പറയുന്നത് വിദ്യയേക്കാൾ ശക്തി ഉള്ളതാണ്. അതുകൊണ്ടാണ് അവിദ്യ പ്രകടമാകുന്നത്. എപ്പോഴാണോ ജ്ഞാനം പ്രകാശിക്കുന്നത്, വിദ്യ പ്രകാശിക്കുന്നത്, അപ്പോൾ അവിദ്യ അവിടെ പോകേണ്ടി വരും. അവിദ്യയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാകും. നോക്കൂ, ഇരുട്ടത്ത് ഒരു പ്രകാശം കൊണ്ടുവരികയാണെങ്കിൽ എപ്രകാരമാണോ ആ ഇരുട്ടില്ലാതായി അവിടെ പ്രകാശഭരിതമാകുന്നത്, പ്രകാശപൂർണമാകുന്നത്, അപ്രകാരം അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ആ അജ്ഞാനമാകുന്ന അന്ധകാരം പതുക്കെ പതുക്കെ നീങ്ങുകയും ജ്ഞാനമാകുന്ന പ്രകാശം അവിടെ സ്ഫുരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സർവ ഐശ്വര്യങ്ങളും സർവസമ്പത്തും സർവ ആരോഗ്യവും സർവക്ഷേമവും സകല വിധത്തിലുള്ള സിദ്ധികളും ഏറ്റവും അവസാനം മോക്ഷവുമൊക്കെ നേടാനായിട്ട് സാധിക്കുന്നത്. അത് ആ ഭഗവതിയുടെ, ആ ശക്തിയുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാകണം അതിനെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിക്കുന്നവർ അതിൽ പാരായണം ചെയ്യേണ്ട വിധിയൊക്കെ പറഞ്ഞു. ആ പാരായണം ചെയ്യുമ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ള തരത്തിൽ പറഞ്ഞു. അവിടെ ദേവീ കവചം, അതുപോലെ അർഗളാസ്തുതി, അത് കഴിഞ്ഞിട്ട് കീലകം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ആ ഭഗവതിയെ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് പൂർണ്ണമായിട്ടുള്ള സിദ്ധി സർവ സമ്പൽ സമൃദ്ധിയോടുകൂടി നൽകും എന്നുള്ള ആ ഒരു ഫലശ്രുതി കൂടെയാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ആ കാമധേനുവായിരിക്കുന്ന ഭഗവതിയെ ആശ്രയിക്കുക.
ആ ഭഗവതി ആശ്രയിക്കുമ്പം ഈ പറഞ്ഞ തരത്തിലൊക്കെ സപ്തശതി പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പറഞ്ഞ വിധി അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ആ കാമധേനു സർവ്വവിധ ഐശ്വര്യങ്ങളെയും സമ്പത്തിനെയും സമൃദ്ധിയെയും നൽകും എന്നുകൂടെ മനസ്സിലാക്കുക. അത് ചൊല്ലുമ്പോൾ പതുക്കെയല്ലാതെ മനസ്സിലല്ലാതെ ഉറക്കെ ചൊല്ലണമെന്നും അത് അത്യധികം ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അതാണ് സർവോത്കൃഷ്ടമെന്നും സർവസിദ്ധിദായകമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഫലശ്രുതി കൂടെ ചേർത്ത് വച്ചിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീദേവി കീലകത്തെ ചൊല്ലുക. ശ്രീദേവി കീലകം സമാപ്തം. ശ്രീ മഹാദേവ്യേ നമഃ. അടുത്തത് ഗുരുകീലകമാണ്. അത് അടുത്ത ദിവസങ്ങളിൽ കാണാം. നമസ്കാരം.